തിരുവനന്തപുരം പോത്തൻകോട് വയോധികയെ വീട് കയറി ആക്രമിച്ചു എന്ന് പരാതി. ചന്തവിള കുറട്ടൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന ലീലയ്ക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ ലീലയുടെ ഇരു കാലുകൾക്കും പരിക്കേറ്റു. വീടിന് മുന്നിലെ ലീലയുടെ കടയും അക്രമികൾ തകർത്തു. സഫ്വാൻ കാളികാവ് വിവരവുമായി. സഫ്വാൻ, ഇതെന്താണ് സംഭവം? അജിംസ് 62-കാരിയാണ് ഈ ലീല. അർദ്ധരാത്രി 1 മണിയോട് കൂടിയാണ് ഇവർക്ക് ഇത്തരത്തിൽ അതിക്രമണം ഏൽക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ലീല. അതായത് മകൻ മരിച്ചതിനെ തുടർന്ന് ഈ ചന്തവിള കുറട്ടൂരിലെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അതിനോട് ചേർന്ന് ഒരു കടയും നടത്തുന്നുണ്ട്. അങ്ങനെ രാത്രി കുറച്ച് ആളുകൾ വീട്ടിലേക്ക് ഇരിച്ചെത്തി അവരെ അതിക്രമിച്ചു എന്നാണ് അവർ പരാതി പറയുന്നത്. ഈ സംഭവം ഏതായാലും നാട്ടുകാരൊക്കെ അറിയുന്നത് പുലർച്ചെ നേരം വെളുത്തതിന് ശേഷമാണ്. ഈ രാവിലെ 5 മണിയോട് കൂടി ഈ ലീല ഇഴഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നുപോയാണ് അയൽവാസികളൊക്കെ ഇത്തരത്തിൽ ഇവർക്ക് മർദ്ദനമേറ്റതൊക്കെ അറിയുന്നത്. ലീലയുടെ കാലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോത്തൻകോട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിക്കുന്നുണ്ട്. പോലീസിനോടുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് അയൽവാസികൾ തമ്മിലുള്ള തർക്കം എന്ന നിലയിലാണ് പോലീസ് ഇതൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലെത്തിയത്. ഇന്നലെ ഒരു അയൽവാസിയെ തലക്കടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ലീലക്കെതിരെ ഒരു പരാതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ അതിക്രമമാണ് ഇന്നലെ രാത്രി 1:30 നടന്നതെന്നാണ് പോലീസും നൽകുന്നത്. ഈ ലീലയുടെ കടയും ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വീടും ഒക്കെ അടിച്ചു തെളിക്കുകയും അവരെ വീട് അടിച്ചു പൊളിക്കുകയും ഈ കടയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലീലയെ ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ ലീലയുടെ കാലിന് പൊട്ടലുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 108 ആംബുലൻസ് വിളിച്ചാണ് ഈ ആളുകൾ ലീലയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും രാത്രി 1:30 കൂടിയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു പരാതി ഉയരുന്നത്. പോലീസ് ഏതായാലും ഇതൊരു അയൽവാസികൾ തമ്മിലുള്ള തർക്കം എന്ന നിലയിലാണ് പ്രാഥമികമായി എത്തിയിട്ടുള്ളത്. പോലീസ് തുടർ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിംസ്. ശരി സഫ്വാൻ.